പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 7th ചാപ്റ്റർ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ കൂടിയാണ് ലെറ്റ് us കൾട്ടിവേറ്റ് ആൻഡ് റീപ് ഗുഡ്നസ്, നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന പാഠഭാഗം ആരംഭിക്കുകയാണ്. ടിസ്മി റഷീദ് ഒടക്കൽ കൊണ്ടോട്ടി. കൃഷിയിൽ ഏർപ്പെടുമ്പോൾ നേരിടുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് പലരെയും കാർഷിക മേഖലയിൽ നിന്നും അകറ്റി നിർത്താറുള്ളത്. എന്നാൽ ഈ മേഖലയിൽ ധാരാളം പുതിയ സാധ്യതകൾ ഉണ്ട്. ചില യുവ കർഷകരുടെ വിജയഗാഥകളാണ് നിങ്ങളിവിടെ കാണുന്നത്. നോക്കൂ, നിങ്ങൾ മരച്ചീനി വിളവെടുപ്പിന് വികസിപ്പിച്ച യന്ത്രത്തിന് ഒരു വിദ്യാർത്ഥി പേറ്റന്റ് തേടുന്നു. സ്റ്റുഡൻസ് സി പേറ്റന്റ് ഫോർ ടാപ്പിയോക്ക പ്ലക്കർ മെഷീൻ. ഗന്ധകശാല അരി പുതിയ ബ്രാൻഡിങ്ങിലൂടെ വിൽപ്പന നടത്തിയിരിക്കുന്നു. ബനാന ലീഫ് വാഴയില വിപണനം, അതുപോലെ ലീഫി ഗ്രീൻ വെജിറ്റബിൾ ഷോപ്പ് എന്ന സ്റ്റാർട്ടപ്പ്, കോളേജ് വിദ്യാർത്ഥിനിയുടേതാണ് ഇലക്കറിക്കട സ്റ്റാർട്ടപ്പ്. അതുപോലെ മഞ്ഞളിൽ നിന്നും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. ഇതുപോലെ പുതുവഴികൾ പല കർഷകരെയും സംരംഭകരാക്കി മാറ്റിയിരിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പക്കത്തിൽ കർഷക പ്രതിഭ അവാർഡ് സ്വീകരിക്കുന്ന 8ാം ക്ലാസ്സിലെ യുവ കർഷകൻ 15 സെന്റ് പുരയിടത്തിൽ ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചാണ് ഇദ്ദേഹം ഈ നേട്ടം കൊയ്തിട്ടുള്ളത്. എന്താവാം ഇങ്ങനെ പുതുവഴികൾ സ്വീകരിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്? വാട്ട് ആർ ദി സർക്കംസ്റ്റൻസസ് ദാറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ഫാമേഴ്സ് ടു ചൂസ് ന്യൂ വേസ്? പല പ്രശ്നങ്ങളുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചിലത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, ഉൽപാദന ചെലവ് കൂടുതലാണ്, എന്നാൽ വിളകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് അല്ലെങ്കിൽ വില ലഭിക്കുന്നില്ല. ഇതിനിടക്ക് മിഡിൽ പീപ്പിൾ, ഇടനിലക്കാര് എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നുണ്ട്, ചൂഷണം നടത്തുന്നുണ്ട്. ചിലർക്ക് സ്ഥലപരിമിതിയാണെങ്കിൽ മറ്റു ചിലർക്ക് ജലം ഇല്ലാത്ത പ്രശ്നം, അതല്ലെങ്കിൽ രോഗബാധ, ഡിസീസസ്, പെസ്റ്റ് ഇൻഫെക്ഷൻ, കീടബാധ, അല്ലെങ്കിൽ ശാസ്ത്രീയമായി മണ്ണ് പരിശോധന നടത്താനോ ആധുനിക കൃഷിരീതികൾ, മോഡേൺ വേസ് ഓഫ് ഫാമിംഗ്, മികച്ച നടീൽ വസ്തുക്കൾ എവിടെയാണ് കിട്ടുക എന്ന് അറിയാത്തതുമായ പ്രശ്നങ്ങളൊക്കെയാണ് ഇങ്ങനെ പലരെയും കാർഷിക വൃത്തിയിൽ നിന്നും അകറ്റി നിർത്തുന്നത്. എന്നാൽ നൂതന കാർഷിക സംരംഭം തുടങ്ങുന്നവർക്ക് സർക്കാർ തലത്തിലും അല്ലാതെയും ധാരാളം സഹായങ്ങൾ ലഭ്യമാണ്. വാട്ട് ആർ ദീസ് അവൈലബിൾ സപ്പോർട്ട് ഫോർ ദോസ് സ്റ്റാർട്ടിംഗ് എ ന്യൂ അഗ്രികൾച്ചർ വെഞ്ചർ? നോക്കൂ, നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ. ഒന്ന്, ഓൺലൈൻ സംവിധാനം. ഈ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്തെങ്കിലും കാർഷിക മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും, മികച്ച ഇനം വിത്തുകൾ കിട്ടും, ശാസ്ത്രീയമായ അറിവുകൾ കിട്ടും, ഷെയറിംഗ് ലഭിക്കും. അതുപോലെ ഒന്നാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു ലോൺ കുറഞ്ഞ രീതിയിൽ സംഘടിപ്പിച്ച് ഒരു സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യും. വിപണനത്തിനും സംഭരണത്തിനൊക്കെ അവർ സഹായിക്കും. കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് പറയേണ്ടതില്ലല്ലോ, പല കാര്യങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടാവും. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലോക്കൽ ബോഡീസ് അവ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും. പ്രത്യേകിച്ചും ചില അംഗീകാരങ്ങളും മറ്റൊക്കെ അവർ ചെയ്തു തരും. കൃഷിഭവനിലൂടെ നടീൽ വസ്തുക്കളും അതുപോലെയുള്ള കാര്യങ്ങളും ചില ലഘുലേഖകളും മറ്റൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വളവും നടീൽ വസ്തുക്കൾ അല്ലെങ്കിൽ വിത്തുകളൊക്കെ ലഭ്യമാക്കുകയും ചെയ്യും. ഇവിടെ അത് ചുരുക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിന്തുണാ സംവിധാനങ്ങളിലൂടെ ഡിസീസ് പെസ്റ്റ് പ്രോബ്ലം സൊല്യൂഷൻ ലഭിക്കും. അതുപോലെ തന്നെ മികച്ച ഇനം സീഡുകൾ അല്ലെങ്കിൽ പ്ലാന്റ്ലെറ്റ്സുകൾ, നടീൽ വസ്തുക്കൾ, അതുപോലെ അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ്, കാർഷികോപകരണങ്ങളൊക്കെ ലഭ്യമാക്കാൻ ഇവ സഹായകമാവുന്നുണ്ട്. സംഭരണത്തിനും വിപണനത്തിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മറ്റ് സപ്പോർട്ടുകളും ട്രെയിനിങ്, അതായത് പരിശീലനമൊക്കെ ലഭിക്കും. കർഷക കൂട്ടായ്മകളിലൂടെയും ഓൺലൈനിലൂടെയും ഒക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കിട്ടും. അതായത് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കും, അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെ ചില ഇനീഷ്യേറ്റീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുഭിക്ഷ കേരളം, ഹരിത കേരളം മിഷൻ, കതിർ, അതുപോലെ പാൽ കർഷകർ, ക്ഷീര കർഷകർക്കുള്ള പ്രത്യേക സംവിധാനം, എയിംസ് എന്ന ആപ്പ്, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ആപ്പ്. ഇങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ പുതിയ സംരംഭകർക്ക് ഉണ്ട്. ഇനി വലിയൊരു പ്രശ്നമാണ് സ്ഥലപരിമിതി, അല്ലേ? അതെങ്ങനെ
യൂട്ടിലൈസ് ചെയ്യാം, ലാൻഡ് കുറവുള്ളവർക്ക് എങ്ങനെയാണത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വ്യത്യസ്ത തരം കൃഷി രീതികൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചിത്രം തന്നെയാണ്. സാക്ക് ഫാമിംഗ്, ചാക്കിലെ കൃഷി, പെറ്റ് ബോട്ടിലെ കൃഷി, പോട്ട് കൾട്ടിവേഷൻ, ചെടിച്ചട്ടിയിലെ കൃഷി, ഇതൊക്കെ സ്ഥലം മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ വേണമെന്നില്ല, മറ്റു സ്ഥലങ്ങളിലേക്ക് നീക്കി വെക്കാവുന്നതും കൂടിയാണ്. അക്വാപോണിക്സ് നമുക്കറിയാം, വാട്ടർ എന്നാണ് അക്വ എന്ന് പറഞ്ഞാൽ അർത്ഥം. മണ്ണില്ലാതെ പോഷക ലായനിയിലാണ് ഇവ വളർത്തുന്നത്. ടെറസിൽ കൃഷി ചെയ്യാം. പലർക്ക് വീടിനോട് ചേർന്ന് സ്ഥലം ഉണ്ടാവില്ല, പറമ്പുണ്ടാവില്ല, അവർക്ക് ടെറസ് ഫാമിംഗ് ചെയ്യാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ളത്, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അതായത് അടിയിൽ പ്രത്യേക കവറിംഗ് ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ കോൺക്രീറ്റിന് പിൽക്കാലത്ത് കേടുവരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊന്നാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ഇത് സിറ്റിയിലുള്ളവർക്കും ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ കൂടി അനുയോജ്യമായ, കുറച്ചുകൂടി അനുയോജ്യമാണ്. നമുക്ക് വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ ആ ഒരു സാധ്യതകളാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും നോക്കാനുള്ളത്. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന രീതി, മെത്തേഡ് വേർ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയേഴ്സ്, അതാണ് വെർട്ടിക്കൽ ഫാമിംഗ്. അതിന്റെ സാധ്യതകൾ നോക്കൂ. നേരത്തെ പറഞ്ഞ അക്വാപോണിക്സ് പോലെ, അതായത് ഹൈഡ്രോപോണിക്സ്, അതുപോലെ വായുവിൽ വളർത്തുന്ന, മണ്ണില്ലാതെ തന്നെ വളർത്തുന്ന എയറോപോണിക്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ഇതിന് സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നഗരപ്രദേശങ്ങളിൽ, അർബൻ ഏരിയാസിലൊക്കെ കൃഷി ചെയ്യാം. കൃത്രിമമായ വെളിച്ചം, ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൽ വേണമെങ്കിൽ ചെയ്യാം. മാത്രമല്ല, ചരിഞ്ഞ് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചാൽ ചരിഞ്ഞ് ലഭിക്കുന്ന പ്രകാശവും കൂടി ലഭിക്കും. അങ്ങനെ കാലാവസ്ഥ വ്യതിയാനം കണക്കിലെടുക്കാതെ തന്നെ, ക്ലൈമാറ്റിക് കണ്ടീഷൻ നോക്കാതെ തന്നെ വെർട്ടിക്കൽ ഫാമിംഗ് നടത്താവുന്നതാണ്. എന്തായാലും വളപ്രയോഗം വേണ്ടിവരും. ഫെർട്ടിഗേഷൻ ഫോർ ഫെർട്ടിലിറ്റി. സാധാരണഗതിയിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക്, പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രധാനമായിട്ടുള്ളത് മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയുക. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളത്, റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, ധാരാളമായി ആവശ്യമുള്ളവയാണ് നൈട്രജൻ, അതുപോലെ ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ മുതലായവ. ഇതാണ് മാക്രോ ന്യൂട്രിയൻസ്. കുറഞ്ഞ അളവിൽ വേണ്ടവരാണ് റിക്വയർഡ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ്. അങ്ങനെയുള്ള ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്. ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയേൺ, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ ഉദാഹരണങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. ഈ ന്യൂട്രിയൻസ് പ്രയോഗത്തിലൂടെ വിളകൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എലമെന്റ്സും, എല്ലാ മൂലകങ്ങളും ഉറപ്പുവരുത്താം. ഇത് മണ്ണിൽ കലർത്തിയോ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്തോ ഒക്കെ ചെയ്യാം. അതായത് ദിസ് ക്യാൻ ബി അപ്ലൈഡ് ബൈ മിക്സിംഗ് ഇറ്റ് വിത്ത് സോയിൽ ഓർ ബൈ സ്പ്രേയിങ് ഇറ്റ് വിത്ത് വാട്ടർ. മണ്ണ് പരിശോധന നടത്തിയിട്ട്, സോയിൽ ടെസ്റ്റ് നടത്തി ഏതെല്ലാം ന്യൂട്രിയൻസ് ആണ്, പോഷകങ്ങളാണ് കുറവ് എന്നറിഞ്ഞ് അതിനനുയോജ്യമായ വളം നൽകണം. അതുപോലെ വളമിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ജലസാന്നിധ്യം ഉറപ്പുവരുത്തണം. അവൈലബിലിറ്റി ഓഫ് വാട്ടർ വേണം. അല്ലെങ്കിൽ എന്താണ്, പിന്നെ ജലാംശം കുറയുന്നത് പോഷകാകിരണത്തെയും മണ്ണിലെ വിഘാടകരെയും ബാധിക്കും, അല്ലേ? ഒരു റിഡ്യൂസ്ഡ് കണ്ടന്റ് ഓഫ് വാട്ടർ വിൽ അഫക്ട് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻ ആൻഡ് ദി ഡീകമ്പോസേഴ്സ്. വളം 4 തരമുണ്ട്. നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസർ, ജൈവവളം എന്ന് പറയും. നമ്മൾ കാലിവളം, കോഴിക്കാഷ്ടം പോലെയുള്ള, ചാണകം ഒക്കെയാണ് ഉദ്ദേശിച്ചത്. വിവിധ ജീവികളുടെ അത്തരം അവശിഷ്ടങ്ങൾ, കമ്പോസ്റ്റ് അറിയാലോ, സസ്യാവശിഷ്ടങ്ങളാണ്. ചാരം അല്ലെങ്കിൽ ആഷ്, എല്ലുപൊടി അല്ലെങ്കിൽ ബോൺമീൽ, ഇതൊക്കെയാണ് ബയോ റെസിഡ്യൂസ്, ജൈവാവശിഷ്ടങ്ങൾ. ഇവയാണ് ജൈവവളം എന്ന് പറയുന്നത്. ഇവ പക്ഷേ പോഷകഘടകങ്ങൾ കുറവായിരിക്കും. ഇവരെ വിഘാടകർ വിഘടിപ്പിച്ചിട്ട്, ഡീകമ്പോസേഴ്സ് വിഘടിപ്പിച്ചിട്ടാണ് ഇതിൽ നിന്ന് പോഷകങ്ങൾ കിട്ടുക. എന്തായാലും മണ്ണിന്റെ ഘടനക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡു നോട്ട് ഹാം ദി ടെക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് ഡീകമ്പോസേഴ്സ്. നമ്മൾ സാധാരണ എല്ലുപൊടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റ് വളങ്ങളും ഇവിടെയുണ്ട്, ജൈവവളം. മറ്റൊന്നാണ് ജീവാണുക്കൾ അടങ്ങിയ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയും. ജീവാണുവളത്തിന് മൈക്രോബ്സ് ആണ് അവിടെ ഉള്ളത്. റൈസോബിയം, അസോസ്പൈറിലം, മൈക്കോറൈസ പോലുള്ളവ. ഈ നൈട്രജൻ ഫിക്സിംഗ്, അതുപോലെ സൾഫർ ഫിക്സിംഗ് ഒക്കെ ബാക്ടീരിയയാണ്. അത് മണ്ണിൽ അവ ഈ മൂലകങ്ങളെ കൊടുക്കും. ഇത് മണ്ണിനോ വിഘാടകർക്കോ ഒന്നും ദോഷകരമല്ല. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പയർച്ചെടിയുടെ ഒക്കെ മൂലാർബുദങ്ങൾ, റൂട്ട് നൊഡ്യൂൾസിലൊക്കെ ഇതുപോലെ റൈസോബിയ അടങ്ങിയിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജൈവവളവും ജീവാണുവളവും മണ്ണിന് ദോഷം ചെയ്യുന്നില്ല. ഇനി കൃത്രിമ രാസവളം, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, സാധാരണ യൂറിയ, അമോണിയം സൾഫേറ്റ്,
അതുപോലെ തന്നെ അമോണിയം ഫോസ്ഫേറ്റ് ഒക്കെയാണ്. ഇത് എളുപ്പം സസ്യങ്ങൾ ആഗിരണം ചെയ്യും, പക്ഷെ ഒരു കുഴപ്പമുള്ളത് മണ്ണിന് വിഘാടകർക്കൊക്കെ ദോഷകരമാണ് എന്നുള്ളതാണ്. ഹാംഫുൾ ടു സോയിൽ ടെക്സ്ചർ. അത് മാത്രമേ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. പക്ഷേ ഏറ്റവും പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, നല്ല വളർച്ച ഉണ്ടാവുകയും. നാനോ ഫെർട്ടിലൈസർ എന്ന 4ാമത്തെ നാനോ വളം, അവ നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് മുതലായ ചെറിയ നാനോ പാർട്ടിക്കിൾസ് വളരെ കുറഞ്ഞ അളവിലേ വേണ്ടതുള്ളൂ ഈ വളം. ഇവ എളുപ്പം ആഗിരണം ചെയ്യാൻ കഴിയും. മാത്രമല്ല കുറഞ്ഞ അളവിൽ മതിയാവുന്നത് കൊണ്ട് അത്ര ദോഷകരമല്ല, എന്നാൽ ദോഷം തന്നെയാണ് താനും. അതായത് ഡീകമ്പോസേഴ്സ് ഒക്കെ നശിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാലും നേരത്തെ പറഞ്ഞ കൃത്രിമ രാസവളം, സിന്തറ്റിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ, അവയുടെ അത്ര ദോഷം ഇവ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ചെലവ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓർഗാനിക് ബയോ ഫെർട്ടിലൈസേഴ്സ് അതുപോലെ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള ഒരു താരതമ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു ചുരുക്കത്തിൽ നമുക്ക് പാഠപുസ്തകത്തിലുള്ള ചില കാര്യം ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ജൈവവളം പ്രകൃതിദത്തവും സുരക്ഷിതവുമാണ്, നാച്ചുറലാണ്, സേഫാണ്. എന്നാൽ കൃത്രിമ വളം വേഗത്തിൽ പ്രവർത്തിക്കുമെങ്കിലും അത് ദോഷം ചെയ്യും. വർക്ക് ഫാസ്റ്റ് ബട്ട് ക്യാൻ ഹാം സോയിൽ. അതുപോലെ നാനോ വളങ്ങൾ, ജീവാണു വളങ്ങളൊക്കെ പുതിയതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്നുള്ളത് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നു. ഇനി ഇത് നോക്കൂ, ഈ ഒരു ലീഫ് കളർ ചാർട്ട്, ഇത് നൈട്രജന്റെ അളവ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. ഇതുമായി വെച്ച് നോക്കിയാൽ നല്ല ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ അത്യാവശ്യം നൈട്രജൻ അതിലുണ്ട്, നൈട്രജൻ അഡിക്കേറ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇളം കളറ് അത് സൂചിപ്പിക്കുന്ന ഡെഫിഷ്യൻസിയാണ്. ലൈറ്റ് ഗ്രീൻ കളറ് അല്പം നൈട്രജൻ കുറവായിട്ടാണ് കാണുന്നത്. ഈ കർഷകൻ അത് വെച്ച് പരിശോധിക്കുന്നു. ഇനി നമുക്ക് നാടൻ ഇനങ്ങളിലേക്ക് ഒന്ന് പോവാം. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് സുലഭമായി നമുക്ക് എളുപ്പം ലഭിക്കുന്ന ഇത്തരം നാടൻ ഇനങ്ങൾ, ലോക്കൽ വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ്, പോഷകപ്രധാനമാണെന്ന് കാണിക്കാനാണ് ഈ ഒരു ടേബിൾ ഉള്ളത്. കാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ പോലെയുള്ള നാടൻ ഇനങ്ങൾ അല്ലാത്തവയെ അപേക്ഷിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മധുരച്ചീരയിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് മറ്റ് ഉള്ളവയെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലേ? അതുപോലെ ഈ കറിവേപ്പിലയുടെ കാര്യം ഒന്ന് നോക്കൂ നിങ്ങൾ. ഇവിടെ നോക്കിയാൽ അറിയാം, ചേമ്പില, കറിവേപ്പില, അതുപോലെ മധുരച്ചീരയൊക്കെ ഇഷ്ടം പോലെ കരോട്ടിനുള്ളതാണ്. അതുപോലെ അയണിന്റെ കണ്ടന്റ് നോക്കൂ, മധുരച്ചീരയിൽ ആണ് ഏറ്റവും കൂടുതൽ, എന്നാൽ കാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ ഒക്കെ കുറവാണ്. ഇതങ്ങനെ കമ്പയർ ചെയ്യാൻ നമുക്കറിയാം നാടൻ ഇനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല അവ പോഷകഗുണമുള്ളതാണെന്ന് മാത്രമല്ല, പരിസ്ഥിതിയോട് ഇണങ്ങി വളരുന്നവരായതിനാൽ കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കും. അതുപോലെ തന്നെ അവർക്ക് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്, പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനും കഴിയും. അങ്ങനെ ഒരു ഇൻഹറന്റ് ആയിട്ട് സ്വാഭാവികമായിട്ടൊരു പ്രതിരോധം ഉള്ളതിനാൽ അത് അവക്ക് നാശം വരില്ല പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ കീടനാശികളുടെ ആവശ്യമില്ല. പിന്നെ വളം കുറച്ച് മതിയാകും, അതുകൊണ്ട് തന്നെ ചെലവ് കുറവാണ്, അല്ലെ? അതുപോലെ എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുകയും ചെയ്യും. നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കൂ. ഒരു 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മൈക്രോ ന്യൂട്രിയന്റ്? ഇവിടെ കൊടുത്തതിൽ മൈക്രോ ന്യൂട്രിയന്റ് ഏതാണെന്ന്? നൈട്രജൻ, ഫോസ്ഫറസ്, സിങ്ക്, കാൽഷ്യം. ഇത് നൈട്രജനും ഫോസ്ഫറസും കാൽഷ്യം ഒക്കെ സാധാരണഗതിയിൽ മാക്രോ ആണ്. ഇവിടെ ചോദിച്ചത് മൈക്രോ ആയതുകൊണ്ട് സിങ്ക് ആണ് ആൻസർ. മറ്റൊന്ന്, ലിസ്റ്റ് ഔട്ട് എനി 3 കൈൻഡ്സ് ഓഫ് സപ്പോർട്ട് ഗിവൺ ബൈ കൃഷിഭവൻ. കൃഷിഭവനിലൂടെ ലഭിക്കുന്ന ഏതെങ്കിലും 3 സഹായങ്ങൾ. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ഇവർ തരാം, ലഘുലേഖകളൊക്കെ തരാം. ചില നടീൽ വസ്തുക്കളിലെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അതൊക്കെ ഇവർ കുറഞ്ഞ രീതിയിലോ വിലക്കുറവിലോ അതല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ തരുന്നുണ്ട്. ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾ നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റിലാണ്, സ്ഥലപരിമിതിയുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസം എന്ന് കരുതുക. ഏത് കൃഷി രീതി നിങ്ങൾ തിരഞ്ഞെടുക്കും? സപ്പോസ് യു ലിവ് ഇൻ എ സിറ്റി അപ്പാർട്ട്മെന്റ് വിത്ത് ലിമിറ്റഡ് സ്പേസ്, വിച്ച് ഫാമിംഗ് മെത്തേഡ്സ് വുഡ് യു ചൂസ് ആൻഡ് വൈ? എന്തുകൊണ്ടെന്ന് കൂടി പറയണം. അപ്പോൾ നമുക്കറിയാം അത് വെർട്ടിക്കൽ ഫാമിംഗ് ആയിരിക്കും അവിടെ കാര്യമായിട്ട് നിങ്ങൾ എഴുതുക. ചാക്കിലെ കൃഷിയും പെറ്റുബോട്ടിലെ കൃഷിയും ടെറസ് ഫാമിങ്ങും. ടെറസ് ചിലപ്പോൾ ഇവിടെ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ പറ്റിക്കൊള്ളുന്നില്ല. എന്തായാലും വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് നമ്മൾ എഴുതിയാൽ
അതിന്റെ ഗുണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? വെർട്ടിക്കൽ ഫാമിംഗ് ആകുമ്പോൾ സ്ഥലപരിമിതി മറികടക്കാൻ കഴിയും, വിശാലമായ സ്ഥലം വേണ്ട, അങ്ങനെ തൂക്കിയിട്ട് വളർത്താം എന്നുള്ളതും സൂര്യപ്രകാശം ചെരിഞ്ഞ് പതിക്കുന്നതും കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കൊടുക്കാം. നാലാമത്തെ ചോദ്യം നോക്കൂ. ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജസ്. എന്തെങ്കിലും 2 ഗുണങ്ങൾ എഴുതണം. എന്തിന്? ലോക്കൽ പ്ലാന്റ് വെറൈറ്റീസ് ഉപയോഗിക്കുന്ന, പ്രാദേശിക സസ്യങ്ങൾ ഉപയോഗിക്കുന്ന. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തീർന്നേ ഉള്ളൂ അല്ലേ? കാരണം ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ സർവൈവ് ചെയ്യും, സ്വാഭാവിക പ്രതിരോധശേഷി അല്ലെങ്കിൽ ഇൻഹറന്റ് റെസിസ്റ്റൻസ് ഉള്ളവയാണ്, മാത്രമല്ല ന്യൂട്രീഷ്യസ് ആണ്, പരിസ്ഥിതിയോട് ഇണങ്ങി വളരുന്നവയാണെന്നൊക്കെ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. അവസാന ചോദ്യം, ദ മോർ യു ഗിവ് ദ മോർ യു റിസീവ് അല്ലേ? കൂടുതൽ നൽകുന്നതോറും നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. പോഷക പരിപാലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദീകരിക്കേണ്ടത്. ന്യൂട്രിയൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. അത് നമുക്കറിയാം, പ്ലാന്റ് ഗ്രോത്തിനും ഹെൽത്തിനൊക്കെ ന്യൂട്രിയൻസ് ആവശ്യമാണ്. നമ്മൾ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഫെർട്ടിഗേഷൻ നടത്തുന്നതിന് അനുസരിച്ച്, അതായത് നമ്മൾ വിളവ് ഈ ന്യൂട്രിയൻസ് ഒക്കെ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് വിളവ് കൂടുതൽ കിട്ടും. അതായത് വളപ്രയോഗം നന്നായാൽ, വളപ്രയോഗം കൊണ്ട് മാത്രമല്ല, അത് ആവശ്യമുള്ള മൂല്യങ്ങൾ നൽകണം, അതിനനുസരിച്ച് അത് നൽകുന്തോറും നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നുള്ളതാണ്. ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഭാഗത്തോടു കൂടി ഈ അധ്യായം പൂർണ്ണമാകും. നന്ദി.